നാരായണ. ഓം ശ്രീമന്നാരായണീയം. ദശകം 21 പഞ്ചമസ്കന്ധാണ് പറയണത്. ഇവിടെ ആഗ്നേയധ്വന്റെ മക്കള് 9 പേര് 9 ദ്വീപുകളായിട്ട് ഈ 9 പേരും അവരുടെ പേരിലുള്ള രാജ്യങ്ങളെ ഭരിച്ചു. ജംബൂദ്വീപ് എന്ന് പറഞ്ഞാൽ ഏഷ്യ ഭൂഖണ്ഡം. ഇപ്പം ഏഷ്യയിൽ ഏറ്റവും മധ്യത്തിൽ ഇളാവൃതം എന്ന പേരിലാണ്. നമുക്കത് ഓരോരോ മൂർത്തിഭേദങ്ങളായിട്ട് വിഷ്ണു സ്വരൂപം, അവരുടെ ഭക്തന്മാർ, അതാത് മൂർത്തികളുടെ ഭക്തന്മാർ. അത് ആദ്യം മഹാദേവൻ സംഘർഷണമൂർത്തിയെ ഇളാവൃതത്തിൽ ഇരുന്ന് സ്തുതിക്കുന്നതായിട്ടുള്ള ഭാഗമാണ് ആദ്യം കാണിക്കുക. അങ്ങനെ ക്രമേണയായിട്ട് 9 വർഷങ്ങൾ അതിൽ തെക്ക് വടക്കായിട്ട് 6ഉം 1ഉം 7, കിഴക്കും പടിഞ്ഞാറും ഓരോന്നും, അങ്ങനെ 9 വർഷമായിട്ടാണ് ഇതിലുള്ളത്. നമുക്കത് നോക്കാം. ഓം ദശകം 21 ശ്ലോകം 1. ഓം മധ്യോദ്ഭവേ ഭുവ ഇളാവൃതനാംനി വർഷേ ഗൗരീ പ്രധാന വനിതാ ജനമാത്രഭാജി ശർവേണ മന്ത്രനുദിഭിഃ സമുപാസ്യമാനം സംഘർഷണാത്മകമധീശ്വര സംശ്രയേ ത്വാം. ഹേ അധീശ്വര, എല്ലാ വിഭാഗവും, എല്ലാതും എന്ന് പറയട്ടെ, അതിൻ്റെയൊക്കെ അധിനായകൻ ആണ്. എല്ലാറ്റിനെയും അധികാരത്തോടു കൂടിയ, അപ്പോൾ തൻ്റെ അധീനത്തിലാണ്. അതാണ് ഈ അധിനായകൻ, അധീശ്വരൻ. ഗൗരി പ്രധാന വനിതാജനമാത്രഭാജി. ഗൗരി ശ്രീപാർവതി പ്രധാന, ഗൗരി പ്രധാനയായിട്ട്, ഈ ഗൗരി പ്രധാന, ലക്ഷ്മി പ്രധാന എന്ന് പറയും. നമ്മൾ സാധാരണഗതിയിൽ കുടുംബനാഥൻ, കുടുംബനാഥ എന്നൊക്കെ പറയില്ലേ, എന്ന കൂട്ടത്തിൽ ഇവിടെ ഗൗരിയാണ് പ്രധാനം. അപ്പോൾ ഗൗരി പ്രധാന വനിത, ശ്രീപാർവതിയാണ് ഏറ്റവും പ്രധാനയായിട്ടുള്ള, സ്ത്രീകൾ മാത്രം വസിക്കുന്നതായിട്ടുള്ള. അവിടെ മഹാദേവൻ പുരുഷൻ, ബാക്കിയുള്ള എല്ലാവരും സ്ത്രീകളാണ്. അതിലേറ്റവും പ്രധാന ആയിട്ട് ഈ ശ്രീപാർവതിയാണ്. ഗൗരി പ്രധാന വനിതാജന മാത്രഭാജി, മാത്രം വനിതകൾ മാത്രമേ ഉള്ളൂ. വനിതാജന മാത്രം, വനിതാജന മാത്രഭാജി വസിക്കുക. ഭാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വസിക്കുന്നത്, ഭജിക്കുന്നത് എന്ന് കൂട്ട. ഏതായാലും അത് മാത്രമേ ഭുജിക്കുന്നുള്ളൂ. അതായത് ഈ വനിതകൾ മാത്രമേ അവിടെ വസിക്കുന്നുള്ളൂ, അതുകൊണ്ട് അവർ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ, അത്രയേ ഉള്ളൂ സാരം. ഗൗരി പ്രധാന വനിതാ ജനമാത്രഭാജി ഭുവഃ, ഈ ഭൂലോകത്തിൻ്റെ മധ്യോദ്ഭവേ, ഭൂമിയുടെ മധ്യത്തിൽ ഉണ്ടായിട്ടുള്ള, ഉദ്ഭവേ ഉണ്ടായിട്ടുള്ള, മധ്യ ഉദ്ഭവേ ഇളാവൃത നാംനി, ഇളാവൃതം എന്ന് പേരാ, അതാണ് പേര്. ആ മധ്യ ഭൂഖണ്ഡത്തിൻ്റെ പേര് ഇളാവൃതം, ഏഷ്യയുടെ നടുക്കിൽ. ഇളാവൃത നാംനി വർഷേ, അവിടെ വർഷം എന്നുള്ളത് മഴ എന്നുള്ള അർത്ഥമല്ല, വർഷം എന്നുള്ളത് ഭൂഖണ്ഡം എന്നാണ്. ശർവേണ മഹാദേവനാൽ, മന്ത്രനുദിഭി മന്ത്രങ്ങളാലും, നുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരം, സ്തുതി, സ്തോത്രങ്ങൾ, ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ മന്ത്രനുദിഭി, നാമോ മന്ത്രോ മറ്റേ കീർത്തനങ്ങളോ ഇതൊക്കെ ചൊല്ലിയിട്ട് സ്തുതിക്കുന്നതിന് ആണ് ഇത് ഉദ്ദേശിച്ചത്. മന്ത്രനുദിഭി സമുപാസ്യമാനം, നന്നായിട്ട് തന്നെ ഉപാസിക്കപ്പെടുക. മഹാദേവൻ ശ്രീപാർവതിയോട് കൂടിയിട്ട് വളരെ നന്നായിട്ട് തന്നെ മന്ത്രങ്ങളെ കൊണ്ട്, സ്തുതികളെ കൊണ്ടൊക്കെ സ്തുതിച്ചു, അങ്ങനെ ഉപാസിച്ചു. ആരെ? സംഘർഷണാത്മകം ത്വാം സംശ്രയേ, സംഘർഷണൻ എന്ന പേരായിട്ടുള്ള ശേഷൻ, അനന്തൻ, അങ്ങനെയുള്ള ആ ഭഗവാനെ. രുദ്രാംശം, അത് സംഘർഷണൻ്റെ അംശമാണ്. സംഹാരക ആണ് സംഘർഷണൻ. അപ്പോൾ ആ സംഘർഷണൻ രുദ്രന് സംഹരിക്കാനുള്ള കഴിവിനെ കൊടുത്തതാണ്. ആ സംഘർഷണമൂർത്തിയെ രുദ്രൻ തൻ്റെ പത്നിയോട് കൂടിയിട്ട്, ഭൂതഗണങ്ങളോട് കൂടിയിട്ട്, അതേപോലെ മറ്റ് പാർവതിയുടേതായിട്ടുള്ള ഭക്തകളോട് കൂടിയിട്ട്
സംഘർഷണനെ ഭജിക്കുന്നു. ത്വാം സംശ്രയേ ആശ്രയിക്കുന്നു എന്നാണ്. ഹേ അധീശ്വര, ഗൗരീപ്രധാന വനിതാജനമാത്രഭാജി ഭുവഃ മധ്യോദ്ഭവേ ഇളാവൃതനാംനി വർഷേ ശർവേണ മന്ത്രനുതിഭിः സമുപാസ്യമാനം സംഘർഷണാത്മകം ത്വാം സംശ്രയേ. ഇങ്ങനെ അന്വയം. അല്ലയോ ഭഗവാനെ, മേൽപ്പത്തൂര് ശ്രീകൃഷ്ണനെ വിളിക്കുകയാണ്. ഗുരുവായൂരമ്പലത്തിൽ ഇരുന്നിട്ട് ശ്രീകൃഷ്ണനെ വിളിക്കുന്നു. ഗൗരി പ്രധാനയായിട്ട് വനിതാജനങ്ങളുടെ മധ്യത്തിൽ, വനിതാജനങ്ങളോട് കൂടിയിട്ട്, വനിതാജനങ്ങൾ മാത്രം വസിക്കുന്നതായിട്ടുള്ള ആ സ്ഥലത്ത് ഗൗരിയുടെ പതിയായിട്ടുള്ള മഹാദേവനാൽ, അതിൽ ഏറ്റവും മധ്യത്തിൽ ഏഷ്യ അല്ലെങ്കിൽ ഈ ഇളാവൃതം, ജംബൂദ്വീപത്തിൻ്റെ നടുക്ക് ഇളാവൃതം, ആ ഇളാവൃതത്തിൽ ഇരുന്ന് ശിവനും പാർവതിയും കൂടിയിട്ട് ആ വർഷേ ശിവനാൽ ശർവേണ ഭജിക്കുന്നു. എങ്ങനെയാണ്? മന്ത്രനുതിഭി, മന്ത്രങ്ങൾ, സ്തുതികൾ, സ്തോത്രങ്ങൾ, ഇതെല്ലാം മറ്റു ഉപാസനാ സമ്പ്രദായങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ചെയ്തുകൊണ്ട് സമുപാസ്യമാനം നന്നായിട്ട് തന്നെ ഉപാസനയെ ചെയ്യുന്നു. സംഘർഷണാത്മകം ത്വാം, സംഘർഷണൻ എന്നുള്ള മൂർത്തി ആയിട്ടുള്ള അങ്ങയെ സംശ്രയെ ആശ്രയിച്ചുകൊണ്ട് വേറെ ഗതിയില്ലാത്ത രീതിയിൽ ആശ്രയിക്കുന്നു എന്ന് സാരം. അതാണ്. അപ്പോൾ അവിടെ ഭാഗവത പ്രകാരം ഓരോ മൂർത്തികളെയും പ്രത്യേകമായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ടാണ് സ്തുതിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഓം നമോ ഭഗവതേ പരമപുരുഷായ സർവഗുണസംഖ്യാനായ അനന്തായ അവ്യക്തായ നമ എന്ന മന്ത്രം. സംഘർഷണ ഭഗവാനെ മഹാദേവൻ സ്തുതിക്കുന്നത് മഹാപുരുഷനായിട്ടുള്ള സർവഗുണങ്ങളോടും കൂടിയ അനന്തനായിട്ടുള്ള അവ്യക്തനായിട്ടുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഇങ്ങനെയാണ്. ഓം മധ്യോദ്ഭവേ ഭുവ ഇളാവൃതനാംനി വർഷേ ഗൗരീപ്രധാന വനിതാജനമാത്രഭാജി സർവേണ മന്ത്രനുതിഭിः സമുപാസ്യമാനം സംഘർഷണാത്മകമധീശ്വര സംശ്രയേ ത്വാം മധ്യോദ്ഭവേ ഭുവ ഇളാവൃതനാംനി വർഷേ ഗൗരീപ്രധാന വനിതാജനമാത്രഭാജി സർവേണ മന്ത്രനുതിഭിः സമുപാസ്യമാനം സംഘർഷണാത്മകം അധീശ്വര സംശ്രയേ ത്വാം മധ്യോദ്ഭവേ ഭുവ ഇളാവൃതനാംനി വർഷേ ഗൗരീ പ്രധാന വനിതാജനമാത്രഭാജി സർവേണ മന്ത്രനുതിഭിः സമുപാസ്യമാനം സംഘർഷണാത്മകമധീശ്വര സംശ്രയേ ത്വാം. ഇളാവൃതത്തിൽ അങ്ങനെ. ഇനി ഭദ്രാശ്വം ആ ഭൂഖണ്ഡത്തിൽ അവിടെ എങ്ങനെയാണെന്ന് നോക്കാം. അവിടെ ഹയഗ്രീവ മൂർത്തിയാണ്. രജസ്തമോ ഗുണത്തോടു കൂടിയിട്ടാണ് ഹയഗ്രീവൻ അവതരിച്ചിരിക്കുന്നത്. അവിടെ ധർമ്മപുത്രനായിട്ടുള്ള ഭദ്രശ്രവസാണ് ആ രാജ്യത്തിൻ്റെ ഭരണാധിപതി. അപ്പോൾ അദ്ദേഹം ഹയഗ്രീവ മൂർത്തിയെ, അശ്വമുഖനായിട്ടുള്ള ആ ഹയഗ്രീവ മൂർത്തിയെ ഇന്ദ്രിയങ്ങളെ കീഴടക്കാൻ വേണ്ടിയിട്ട്, ശമധമങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ദ്രിയങ്ങളെ കീഴടക്കാൻ എന്താ വേണ്ടത്? ധർമ്മബോധമാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മന്ത്രവും അങ്ങനെ തന്നെയാണ്. അവിടെ ഹയഗ്രീവമൂർത്തി നമ്മൾ ശ്ലോകം ചൊല്ലിയിട്ടില്ല. ഓം നമോ ഭഗവതേ ധർമായ ആത്മവിശോധനായ നമോ നമ. അപ്പോൾ നമ്മൾ എപ്പോഴും ഭഗവാനെ ആശ്രയിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തൊരു പ്രവൃത്തി ചെയ്ത് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോഴും അവനവനെ നല്ലോണം ശാരീരികമായിട്ടും മാനസികമായിട്ടും ജീവൻ്റെ പുണ്യത്തിന് വേണ്ടിയിട്ടും ശുദ്ധിക്ക് വേണ്ടിയിട്ട്, അത് ത്രികരണശുദ്ധി വളരെ പ്രധാനം. മൂന്ന് മനസാ വചസ കർമ്മണ, മൂന്ന് കർമ്മം വളരെ ശുദ്ധമാവുക, ലക്ഷ്യം ശുദ്ധമാവുക, സംഘം ശുദ്ധമാവുക, ഇതൊക്കെ നിർബന്ധമാണ്. എന്നാലാണ് മുക്തി കിട്ടുള്ളൂ. അപ്പോൾ അതിന് ആത്മവിശോധനായ ധർമായ ആ ഒരു രീതിയിലാണ് ഭഗവാനെ ആശ്രയിച്ചത്. അവിടെ ഹയഗ്രീവമൂർത്തിയായിട്ടാണ്. സഹസ്രനാമങ്ങളൊക്കെ ഹയഗ്രീവമൂർത്തിയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സാരം ഹയഗ്രീവമൂർത്തി ഒരു ജ്ഞാന സ്വരൂപനാണ് എന്ന് സാരം. അതാണ് ജ്ഞാനാനന്ദമയം സർവം.
ഭദ്രാശ്വനാമക ഇളാവൃതപൂർവവർഷേ ഭദ്രസ്രവോഭി ഋഷിഭി പരിണൂയമാനം കൽപ്പാന്തഗൂഢനിഗമോദ്ധരണപ്രവീണം ധ്യായാമി ദേവ ഹയശീർഷതനും ഭവന്തം. അന്വയം. ഹേ ദേവ, ഭദ്രാശ്വനാമക ഇളാവൃത പൂർവവർഷേ ഭദ്രസ്രവോഭിഃ ഋഷിഭിഃ പരിണൂയമാനം കൽപ്പാന്തഗൂഢനിഗമ ഉദ്ധരണ പ്രവീണം ഹയശീർഷതനും ഭവന്തം ധ്യായാമി. ഒരു നൈമിത്യ പ്രളയത്തിൻ്റെ അവസാനത്തിൽ ഹയഗ്രീവൻ എന്ന ഒരു അസുരൻ ബ്രഹ്മാവിൽ നിന്ന് വേദത്തെ കട്ടെടുത്തപ്പോൾ ആ വേദത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഹയഗ്രീവനായിട്ട് ഭഗവാൻ അവതരിച്ചു എന്നാണ്. അത് പല പല കഥകൾ കൂട്ടിച്ചേർത്ത ഒരു ഹയഗ്രീവമൂർത്തിയായിട്ടാണ് വരിക. ദേവി ഭാഗവത പ്രകാരം ഈ മഹാവിഷ്ണു 10,000 കൊല്ലം യുദ്ധം ചെയ്തതിൻ്റെ ശേഷം വില്ലിൻ്റെ മുകളിൽ താടി വെച്ചിട്ട് തല വെച്ചിട്ട് യോഗനിദ്രയിൽ കുറച്ച് നേരം ഇരുന്നു എന്നും, വൈകുണ്ഠത്തിലല്ല പണ്ടായിരുന്നു, യുദ്ധക്കളത്തിലായിരുന്നു, യുദ്ധക്കളത്തിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ യുദ്ധം ജയിച്ചത് കാരണം ദേവന്മാർ, മഹാദേവൻ, ബ്രഹ്മാവ് തൊട്ട് ഇന്ദ്രൻ എല്ലാവർക്കും ഭഗവാനെ യാഗം ചെയ്തുകൊണ്ട്, യജ്ഞം ചെയ്തുകൊണ്ട് പ്രീതനാക്കണം എന്ന് ആഗ്രഹിച്ചു നോക്കുമ്പോൾ നല്ല ഉറക്കമായിരുന്നു. ആ ഉറക്കത്തെ ഉണർത്താൻ വേണ്ടി ചെതലിനെ ഉണ്ടാക്കിയെന്നും ഞാണ് കടിച്ചു മുറിച്ചു എന്നും, ആ കടിച്ചു മുറിച്ചപ്പോൾ ഈ ശിരസ് കടലിൽ ചെന്ന് വീണുവെന്നും ഉടലിൽ നിന്നും വേർപെട്ടു എന്നുമാണ്. അപ്പോൾ ഒരു കുതിരയുടെ തല വെട്ടിക്കൊണ്ടുവന്ന് അത് ചേർത്ത് വെച്ചു എന്നും, ഉടലിനോട് ചേർത്ത് വെച്ചു എന്നും, അത് ഹയഗ്രീവമൂർത്തിയായി എന്നും ആണ് ദേവി ഭാഗവത പ്രകാരം പറയുന്നത്. ആ ഹയഗ്രീവമൂർത്തി ഈ ഹയഗ്രീവൻ എന്ന അസുരനെ വധിക്കുകയും ജ്ഞാനത്തെ എല്ലാവർക്കുമായിട്ട് പ്രദാനം ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയാണ്. ഹേ ദേവ, അല്ലയോ ദേവ, ഈശ്വര, ഗുരുവായൂരപ്പ, ഭദ്രാശ്വനാമക, ഭദ്രാശ്വം എന്നു പേരുള്ളതായിട്ടുള്ള ഇളാവൃത പൂർവവർഷേ, ഇളാവൃതത്തിൻ്റെ കിഴക്ക് ഭാഗത്ത്, ഇളാവൃതത്തിൻ്റെ കിഴക്ക് 3 എണ്ണം ഉണ്ടാവും, പടിഞ്ഞാറും 3 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഇതിൽ കിഴക്ക് ആദ്യത്തെയാണ് അപ്പോൾ ഈ ഭദ്രാശ്വം. ആ ഭദ്രാശ്വം ഇളാവൃതത്തിൻ്റെ കിഴക്കുള്ളത്, അവിടെ ഭദ്രസ്രവസ് എന്ന പേരായിട്ടുള്ള ഋഷിമാരാൽ, ഋഷിഭിഹി പരിണോയമാനം, നന്നായിട്ട് തന്നെ സ്തുതിക്കുന്നു, തപസ് ചെയ്യുന്നു, ഭജിക്കുന്നു. കൽപ്പാന്ത ഗൂഢ നിഗമ ഉദ്ധരണ പ്രവീണം, പ്രളയകാലത്തിൽ ഒളിക്കപ്പെട്ടതായിട്ടുള്ള വേദങ്ങളെ ഉദ്ധരിക്കുന്നതിൽ പ്രവീണം, സാമർഥ്യം കാണിച്ച എന്ന് സാരം. ഹയശീർഷതനും, കുതിരയുടെ മുഖമുള്ളതായിട്ടുള്ള ഭഗവാനെ, ഭവന്തം, അങ്ങയെ, ധ്യായാമി, ഞാൻ ധ്യാനിക്കുന്നു എന്ന് ഭദ്രശ്രവസ് ഈ ഭദ്രാശ്വ വർഷത്തിലിരുന്നിട്ട്, ഭദ്രാശ്വ ഭൂഖണ്ഡത്തിലിരുന്നിട്ട് ഭജിക്കുന്നു. എന്താ മന്ത്രം എന്താണ്? ഓം നമോ ഭഗവതേ ധർമായ ആത്മവിശോധനായ നമോ നമ. ധർമ്മസ്വരൂപനായിട്ടുള്ള, ധർമ്മദേവൻ്റെ പുത്രനായിട്ട് അവതാരം സ്വീകരിച്ച, ഈ അന്തർമണ്ഡലത്തെ പരിശുദ്ധമാക്കുന്ന, എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ അന്ധക്കരണ ശുദ്ധി ഉണ്ടാക്കി തരുന്നതായിട്ടുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം നമസ്കാരം എന്ന് മന്ത്രം. ഭദ്രാശ്വനാമക ഇളാവൃത പൂർവവർഷേ ഭദ്രശ്രവോഭി ഋഷിഭി പരിണൂയമാനം കൽപ്പാന്തഗൂഢനിഗമോദ്ധരണ പ്രവീണം ധ്യായാമി ദേവ ഹയശീർഷതനും ഭവന്തം. ഭദ്രാശ്വനാമക ഇളാവൃത പൂർവവർഷേ ഭദ്രസ്രവോഭിഃ ഋഷിഭിഃ പരിണൂയമാനം കൽപ്പാന്തഗൂഢനിഗമ ഉദ്ധരണ പ്രവീണം ധ്യായാമി ദേവ ഹയശീർഷതനും ഭവന്തം. ഭദ്രാശ്വനാമക ഇളാവൃത പൂർവവർഷേ ഭദ്രസ്രവോഭിർഷിഭിഃ പരിണൂയമാനം കൽപ്പാന്തഗൂഢനിഗമോദ്ധരണ പ്രവീണം ധ്യായാമി ദേവ ഹയശീർഷതനും ഭവന്തം. ഇനി 3-ാമത്തെ ശ്ലോകം. ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈ പരിസേവ്യമാണം ഉത്തുംഗശാന്തധവളാകൃതിമേഘശുദ്ധജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. അവിടെ ഭഗവാനെ, ഇളാവൃതത്തിന് തെക്ക് ഹരിവർഷം എന്ന പേരായിട്ടുള്ള ഒരു ഭൂഖണ്ഡം, അവിടെ പ്രഹ്ലാദൻ മുഖ്യനായിരുന്നുകൊണ്ട് മറ്റ് അസുരന്മാർ എല്ലാവരും കൂടിയിട്ട്
ഈ അതിശാന്തനായിട്ടുള്ള വെളുത്ത നിറത്തിലുള്ള ശുദ്ധം ആയിട്ടുള്ള ആ നരസിംഹമൂർത്തിയായിട്ടുള്ള ഒരേ ഒരാൾ, അങ്ങനെയുള്ള ആദ്യനായിട്ടുള്ള ഏകനായിട്ടുള്ള ആ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവാനെ, നരസിംഹരൂപത്തിലുള്ള ഭഗവാനെ ഈ പ്രഹ്ലാദൻ ധ്യാനിക്കുന്നു എന്ന് സ്തുതിക്കുന്നു. ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈ പരിഷേവ്യമാണം ഉത്തുംഗശാന്തധവളാകൃതിമേകശുദ്ധജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. അന്വയം: ഹേ ഭഗവൻ ദക്ഷിണഗതേ ഹരിവർഷവർഷേ. അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ, ഇളാവൃതത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഹരിവർഷം എന്നു പേരായിട്ടുള്ള ഭൂഖണ്ഡത്തിൽ പ്രഹ്ലാദ മുഖ്യപുരുഷൈഹി, പ്രഹ്ലാദൻ മുഖ്യനായിരുന്നുകൊണ്ട് പരിഷേവ്യമാണം, നന്നായിട്ട് സേവനം ചെയ്യപ്പെടുന്ന ആ തപസ് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യപ്പെടുന്നതായിട്ടുള്ള രീതിയിൽ ഉത്തുംഗ ശാന്ത ധവളാകൃതി, ഉയർന്നതായിട്ടുള്ള ശാന്തഭാവം എന്ന് വെച്ചാൽ ഏറ്റവും സമുന്നതമായിട്ടുള്ള ശാന്തിഭാവം എന്ന് വെച്ചാലോ, ഭഗവാനോളം ശാന്തി ആർക്കുമില്ല. ഭഗവാൻ ഏറ്റവും ആദ്യനാണ്, ഒരാളേ ഉള്ളൂ. സമാധാനവും ശാന്തിയും സമഭാവനയും സമത്വതയും എല്ലാം സമബുദ്ധിയും ഒക്കെ ഭഗവാന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് അതിൻ്റെയൊക്കെ താഴെയുള്ളൂ എന്നർത്ഥം. അതാണ് അങ്ങനെയുള്ള ഉത്തുംഗ ശാന്ത ധവളാകൃതിയും, വെളുത്ത രൂപത്തിന് തന്നെ വെളുത്ത നിറമാണ് ഉള്ളത്. അതേപോലെ ഏകശുദ്ധജ്ഞാനപ്രദം, ഏകനാണ്, ശുദ്ധനാണ്, ജ്ഞാനസ്വരൂപനാണ്, ജ്ഞാനത്തെ നൽകുന്നതാണ്. അങ്ങനെയുള്ള നരഹരിം, നരസിംഹരൂപത്തിലുള്ള ഭവന്തം ധ്യായാമി, അങ്ങയെ ധ്യാനിക്കുന്നു. ശാന്തസ്വരൂപമാണ്, വെളുത്തതാണ്, അപ്പോൾ ശുദ്ധമാണ്, ശുഭ്രമാണ്. അങ്ങനെയുള്ള ജ്ഞാനവും വിജ്ഞാനവും കൂടിയതായിട്ടുള്ള ഭാവത്തെ, ആ വിദ്യയെ തരുന്ന, അദ്വൈത വിദ്യയെ തരുന്ന, അല്ലെങ്കിൽ രണ്ട് എന്നുള്ള ഭാവം ഇല്ലാത്ത രീതിയിൽ ഭഗവാൻ രണ്ടായിട്ടാണ് വന്നത്, നരനും ഹരിയുമായിട്ട്. അതായത് മനുഷ്യൻ്റെ ഉടലോട് കൂടിയിട്ട്, സിംഹത്തിൻ്റെ തലയോട് കൂടിയിട്ട്. അപ്പോൾ ഏറ്റവും മീതെയാണ്. ജന്തുലോകത്തിൽ സിംഹത്തിനെ വെല്ലാൻ വേറെ ആരുമില്ല. മനുഷ്യൻ സിംഹത്തിനെ ആയുധപ്രയോഗങ്ങളെ കൊണ്ട് വധിക്കുമെങ്കിലും നിരായുധനായിട്ടാണ് ചെല്ലണതെങ്കിൽ സിംഹത്തിൻ്റെ അടുത്ത് മനുഷ്യനും എത്രത്തോളം പറ്റും ചോദിച്ചാൽ അറിയില്ല. ആയുധം ഉണ്ടെങ്കിൽ കീഴടക്കും, അത്രയേ ഉള്ളൂ. ആയുധമില്ലെങ്കിൽ മനുഷ്യൻ സിംഹത്തിനെ കീഴടക്കാൻ കൂട്ടിയാൽ പറ്റില്ല. അപ്പോൾ സിംഹം അതൊരു പ്രകൃതിക്ക് ഏറ്റവും, ജന്തുലോകത്തിലെ ഏറ്റവും രാജാവ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ വരിക. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാൻ അധീശ്വരൻ തന്നെയാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ ഈ ജ്ഞാനവും വിജ്ഞാനവും നമുക്ക് അനുഭവിപ്പിച്ചു തരും. അതേപോലെ ദ്വന്ദ്വം കടത്തിത്തരും. സത്വരജ സമോ ഗുണങ്ങളെ ത്രിത്വം, ഞാനും ഭഗവാനും എന്നുള്ള ഭാവം ദ്വിത്വം, ആ ദ്വിത്വം പോലും കടത്തിത്തരും. അങ്ങനെയുള്ള നരസിംഹമൂർത്തിയെ ഹരിവർഷത്തിലിരുന്നു കൊണ്ട് വിഷ്ണുവായിട്ടുള്ള നരസിംഹത്തെ, അസുരനായിട്ടുള്ള ഭഗവാന്റെ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദൻ സ്തുതിക്കുന്നു. നരസിംഹം നരൻ്റെയും സിംഹത്തിൻ്റെയും. അപ്പോൾ അവിടെ സിംഹം എന്ന് ഉദ്ദേശിച്ചത് ഒന്ന് ഈ ഈശ്വരഭാവം എന്ന് വെച്ചാൽ എല്ലാവരെയും ഭരിക്കുക എന്നുള്ളൊരു ഭാവം. അപ്പോൾ അത് ആധ്യാത്മികം എന്നുള്ള നിലയ്ക്ക് വേണം കണക്കാക്കാനായിട്ട്. ഈശ്വരഭാവം അങ്ങനെയല്ലേ വരിക. നരൻ എന്നുള്ളത് ഈ ലൗകികമായിട്ടുള്ള അതിനെ സ്വീകരിക്കലും. അപ്പോൾ ഇത് രണ്ടും, അതാണ് ദ്വിത്വം. ഈ രണ്ടും മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങനെ വന്നത്. ഹയഗ്രീവൻ അതും അങ്ങനെ തന്നെയാണ്. വരാഹം അതും അങ്ങനെ തന്നെയാണ്. മത്സ്യമായാലും കൂർമ്മയായാലും അവിടെ തലയുടെ കാര്യം പ്രത്യേകം പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതങ്ങനെ തന്നെയാണ്. മത്സ്യകൂർമ്മോ വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ ഖഡ്ഗി ജനാർദ്ദന. ഇപ്പോൾ ഇവിടെ ഭഗവാൻ വരുന്നത് മുഴുവൻ ഭഗവത്വത്തോട് കൂടിയിട്ടാണ്. നമ്മൾ ഭഗവാനെ കാണുന്നത് നമ്മുടെ രൂപത്തെ കണക്കാക്കിക്കൊണ്ടാണ്. നമ്മുടെ രൂപത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തമാംഗം എന്നുള്ളത് ശിരസ്സാണ്. ഈ ഉത്തമാംഗത്തെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെയായി. നമ്മുടെ ഈശ്വരൻ നാം തന്നെയാണ്, നമ്മുടേത് തന്നെയാണ്. അപ്പം അതുകൊണ്ട്
തല അങ്ങനെ അയച്ചാൽ നമ്മൾ തന്നെയാണെന്ന് അർത്ഥം. ഇവിടെ നമ്മുടേതല്ല തല, ഉടലേ നമ്മളേ ഉള്ളൂ. മത്സ്യമായാലും കുർമായാലും വരാഹായാലും നരസിംഹായാലും ഒക്കെ ഉടല് നമ്മുടേതാണ്, തല നമ്മുടെയല്ല. തല അതാത് ഭാവത്തിലാണ് തമോ ഗുണത്തിലൂടെ വന്ന് ശുദ്ധസത്വത്തിലൂടെ മാത്രമല്ല നിർഗുണ ആയിട്ട് മാറി ശ്രീകൃഷ്ണനായി അതാണ്. അപ്പോൾ ക്രമേണയായിട്ടുള്ളൊരു വളർച്ചയാണ്. അപ്പോൾ അവിടെ ഒരു വലിയ മന്ത്രമാണ് പ്രഹ്ലാദൻ ജപിക്കുന്നത്. ഓം നമോ ഭഗവതേ നരസിംഹായ നമസ്തേജസ്തേജസേ ആവിരാവിർഭവ വജ്രനഖ വജ്രദംഷ്ട കർമാശയാൻ രന്ധേരന്ധയ തമോ ഗ്രസ ഓം സ്വാഹ അഭയമഭയം ആത്മനി ഭൂയിഷ്ഠ ഓം ക്ഷറൗ എന്നാണ് മന്ത്രം. നരസിംഹരൂപിയായിട്ടുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. തേജസ്സിനും തേജസ്, അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. അങ്ങ് തേജസ്സിനും തേജസ്സായിക്കൊണ്ട് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷമാവണേ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സൂര്യനെ നേരിട്ട് കാണാൻ പറ്റില്ല. 100 സൂര്യൻ്റെ പ്രഭയോട് കൂടിയിട്ട് വന്നാൽ നമുക്ക് കാണാൻ പറ്റുമോ? പക്ഷെ അതല്ല, ഇവിടെ ജ്ഞാനപ്രകാശത്തോട് കൂടിയിട്ട് വരണേ, അപ്പോൾ കുറച്ച് നേരം കിട്ടുമല്ലോ. അങ്ങനെ വജ്രനഖനായിട്ടുള്ള വജ്രദംഷ്ടനായിട്ടുള്ള ദുഷ്ടതയെ തീർക്കാൻ വേണ്ടിയിട്ടാണ് വജ്രനഖവും വജ്രദംഷ്ടയൊക്കെ. പല്ലും നഖവും എന്നാണല്ലോ പറയുക. ഈ പല്ലും നഖമാണ് ആയുധങ്ങളായിട്ട് ഭഗവാൻ കൊണ്ടുവന്നത്. ആ പല്ലും നഖവും കൊണ്ട് എന്നിലുള്ളതായിട്ടുള്ള ചീത്തകൾ എങ്ങനെയൊക്കെയാണ് വരിക? മുഴുവൻ കർമ്മപരമായിട്ടാണ് വരിക. കർമ്മബന്ധങ്ങളെ മുഴുവൻ നശിപ്പിച്ചാലും കർമാശയാൻ രന്ധയ അതിനെ നശിപ്പിക്കണം, പൂർണ്ണമായിട്ടും നശിക്കണം. എന്നിട്ടോ തമോ ഗ്രസ തമസിനെ മുഴുവൻ ഗ്രസിക്കണം. ഇരുട്ട് തമോ ഗുണം, സത്വരജസ് തമോ ഗുണങ്ങളിലെ രജോ ഗുണവും തമോ ഗുണവും നമുക്ക് വേണ്ട. സാത്വികത്തിലെത്തി ക്രമേണ ശുദ്ധസത്വത്തിലെത്തണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ഈ ചീത്തകളെ മുഴുവൻ, കർമ്മങ്ങളെ, കർമ്മവാസനകളെ, കാമം തൊട്ടുള്ള സകലതിനെയും നശിപ്പിക്കണം. എന്നിട്ടോ ആത്മാവിന് എന്താ വേണ്ടത്? അഭയത്തെ തരൂ, ജീവന് അഭയത്തെ തരൂ. അഭയം ആത്മനി ഭൂയിഷ്ഠ ഓം ക്ഷറവും എന്നാണ്. അത് ഒരു ക്ഷറവും എന്നുള്ളത് ഈ അക്ഷരബീജത്തിന് കുറച്ചധികം പ്രാധാന്യമുണ്ട്. ഹ്രീം ക്ലീം ഐം എന്നൊക്കെ പറയണ കൂട്ടത്തിൽ ക്ഷറവും. ഓം ഹ്രീം ഹൗം നമ ശിവായ അങ്ങനെയാണ് മന്ത്രം. അപ്പോൾ അങ്ങനെ പലതുമുണ്ട്. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ നമ, ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ നമ. നമ്മളത് ദേവി ഭാഗവതത്തിന് പറയാറുണ്ട്. ഓം ഐം ക്ലീം സൗഹ്രീം ഭദ്രകാളിയേ നമ. ഇപ്പോൾ ഭഗവാനാണെന്ന് വെച്ചാൽ ഓം നമോ നാരായണായ അത്രയേ ഉള്ളൂ. ഓം ക്ലീം കൃഷ്ണായ നമ, ശ്രീകൃഷ്ണൻ. അങ്ങനെ ഓരോ രീതിയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഭഗവാനെ എന്താണ് ആവശ്യപ്പെടുന്നത്? എന്നിലുള്ള തമോ ഗുണങ്ങളെ ഇല്ലാണ്ടാക്കട്ടെ, എന്നിലുള്ള കർമ്മവാസനകളെ ഇല്ലാണ്ടാക്കട്ടെ. ഓം ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദ മുഖ്യ പുരുഷൈഃ പരിസേവ്യമാണം ഉത്തുംഗ ശാന്ത ധവളാകൃതിം ഏകശുദ്ധ ജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. ഇനി അടുത്ത ശ്ലോകം. വർഷേ പ്രതീജി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷ ലളിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം തസ്യാ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. ഇനി അടുത്തത് ഇപ്പോൾ നരസിംഹമൂർത്തിയോട് പറഞ്ഞ എന്താണ്? കർമ്മവാസനകൾ തീർത്തും ഇല്ലാണ്ടാവട്ടെ. കർമ്മവാസനകൾ തീരാൻ വരാനുള്ള കാരണം കാമാണ്. അപ്പോൾ ആ കാമത്തെ ജയിക്കാൻ ലക്ഷ്മി ഭഗവതിയെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മിൽ ഒരു ലക്ഷ്മിയുണ്ട്. നമ്മുടെ ലക്ഷ്മി ആരാ? നമുക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും തരുന്നത്, ശ്വസിക്കാൻ വായു തരുന്നത് ആ ഭഗവതി ലക്ഷ്മിയാണ്. അപ്പോൾ ആ നമ്മിലുള്ളതായിട്ടുള്ള ഈ ലക്ഷ്മി ഭാവത്തെ കൊണ്ട് തന്നെ നാം കാമദേവനെ സ്തുതിക്കുകയാണ്. കാമദേവൻ ഭഗവാൻ തന്നെയാണ്. കാമദേവനോട് എന്താ പറയണത്? എനിക്ക് ഈ കാമാദികൾ വേണ്ട,
അത് എന്നെ ഇവിടെ ഈ പ്രപഞ്ചവുമായിട്ട് തന്മാത്രകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കൊടുക്കണം. ത്രിത്വം അതേപോലെ തന്നെ ഈ പഞ്ചതന്മാത്രകളും ഇവിടെ കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ പെട്ടുപോകും. വിരാട്ട് എന്നുള്ളത്, ഈ ബ്രഹ്മാണ്ടം എന്നുള്ളത് 9 തത്വങ്ങളെ കുറിച്ചാണ്. 9 തത്വങ്ങളോ അങ്ങനെയാണ്. മായയും പഞ്ചതന്മാത്രകൾ, ശബ്ദസ്പർശ രൂപരസ ഗന്ധം. അതേപോലെ സൂത്രാത്മാവ് ജീവൻ, അഹം എന്നുള്ള തത്വം. അതേപോലെ ജീവൻ തത്വം എന്നുള്ളത് മഹത്ത്. മായ, മഹത്ത്, അഹം, സൂത്രാത്മാ. മായ, മഹത്ത്, അഹം, സൂത്രാത്മാ. പിന്നെ ശബ്ദസ്പർശ രൂപ രസ ഗന്ധം. ഇങ്ങനെ 9 തത്വങ്ങളെ കൂട്ടിച്ചേർത്താണ് ബ്രഹ്മാണ്ടം, വിരാട്ട് എന്ന രീതിയിൽ കാണാം. അപ്പോൾ അതിന് ജയം എന്ത് വേണം? ഇതിനോട് ആസക്തി ഇല്ലാത്ത രീതിയിൽ ജയിപ്പിക്കണം. അതിനാണ് ഈ മഹാലക്ഷ്മിയെ തന്നെ കൂട്ടുപിടിച്ചത്. മഹാലക്ഷ്മി അത് പ്രാർത്ഥിക്കണോ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും നമ്മിലുള്ളതായിട്ടുള്ള ഈ ഭാവത്തെ കളയാൻ നമ്മിൽ ഈ വിരാട്ട് അല്ലെങ്കിൽ ഈ പ്രകൃതി, നമുക്കൊരു പ്രാകൃത ഭാവമുണ്ട്. ഈ പ്രാകൃത ഭാവത്തെ കൊണ്ട് നമ്മിലുള്ള ഈ ഉള്ളിലിരിക്കുന്ന സാക്ഷിയായിട്ടുള്ള ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താ? എനിക്ക് ഈ ശുദ്ധി തരണേ, ഇതിൽ നിന്നും ഒഴിവാക്കി തരണേ. അപ്പോഴേ സംസാരം ഒഴിവാക്കിയിട്ടുള്ളൂ. അതാണ് വർഷേ പ്രതീജി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷ ലളിത സ്മിത ശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതി സുതൈശ്ച നിഷേവ്യമാണം തസ്യാ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. അന്വയം: പ്രതീജി, ഇളാവൃതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്, ലളിതാത്മനി, അത്യന്ത മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ ലളിത ആത്മനി, കുറച്ചൊരു ലാളിത്യത്തോട് കൂടിയിട്ടുള്ള ഈ ജീവാത്മാവ് എന്ന് വെച്ചാൽ അവിടെ ശുദ്ധമാണ് അനുസാരം. അതാണ്. മാത്രമല്ല സന്തോഷത്തെ തരും. അതേപോലെ ആഹ്ലാദത്തെ, എന്താണ് പറയുക, സുന്ദരം ആയതുകൊണ്ട് അതിൻ്റെതായ ചില അനുഭവങ്ങളെയും നമുക്ക് ഇഷ്ടമായി തീരും എന്ന് സാരം. കേതുമാല എന്നുള്ള വർഷത്തിൻ്റെ പ്രത്യേകതകളാണ്. ഒന്ന്, ഇളാവൃതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. വളരെയധികം ആകർഷകം ആയിട്ടുള്ള ഭൂപ്രദേശമാണ്. ലളിത ആത്മനി കേതുമാലേ വർഷേ ലീലാവിശേഷ, അനവധി ഭഗവത് ലീലയോട് കൂടിയിട്ട്, ആ ഭഗവത് ലീലാവിശേഷത്തോട് കൂടിയിട്ട് ലളിത സ്മിത ശോഭനാംഗം. അങ്ങനെയാണ് പത്നി എങ്ങനെയാണ് വേണ്ടത്? എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ഭർത്താവിനെ വശീകരിക്കുക എന്ന ഭാവത്തോട് കൂടിയിട്ട്. നമ്മൾ എപ്പോഴും ഭഗവാനെ ചിത്രം വരയ്ക്കുമ്പോൾ പ്രസന്ന മുഖത്തോട് കൂടിയിട്ട് എന്നാണ്. ധ്യാനം ചെയ്യുമ്പോൾ പ്രസന്ന മുഖനായിട്ടുള്ള ഭഗവാനെ, പ്രസന്നത ഇല്ലെങ്കിൽ ഈ ഒരാളെ കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു പ്രസന്ന ഭാവം ഇല്ലാച്ചാൽ ആളെ പിന്നെ നമുക്ക് വേണ്ട എന്ന് തോന്നും. അപ്പോൾ ഇവിടെ തന്നെ എപ്പോഴും സ്വീകരിക്കണം. അതാണ് ഭാര്യയുടെ ഒരു പ്രത്യേകത. അതാണ് പത്നിയുടെ പ്രത്യേകത. ഭർത്താവ് എപ്പോഴും തന്നെ സ്വീകരിക്കണം. അതുകൊണ്ട് ഭാര്യ എപ്പോഴും ഭർത്താവിൻ്റെ അടുത്ത് ചിരിച്ചും കൊണ്ടേ പാടും. അത് അതിൻ്റെ ഒരു നിയമമാണ്, ലൗകിക നിയമമാണ്. അതൊന്നും പാലിക്കാറില്ല കേട്ടോ, അത് വേറെ വിഷയം. എനിക്ക് തോന്നിയാൽ ഞാൻ ചുണ്ടിയെടുക്കും, അത്രയേ ഉള്ളൂ. ഇന്നത്തെ ലോകം അങ്ങനെയാണ്. അത് ഈ നിയമത്തെ പാലിക്കാൻ താല്പര്യമില്ല, ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ വാദിക്കുന്നവരാ നാസ്തിക മതം അല്ലെങ്കിൽ പാഖണ്ഡമതാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇവിടെ വലിയൊരു ഉദാഹരണമായിട്ടാണ് പറയുന്നത്. എന്താണ്? ലീലാവിശേഷ ലളിത സ്മിത ശോഭനാംഗം. മാത്രമല്ല എല്ലാ അംഗങ്ങളെ കൊണ്ടും പ്രവർത്തിക്കുന്നത് മുഴുവൻ ശോഭനമാണ്. കാഴ്ചയ്ക്ക് കൈ നല്ലത്, കാല് നല്ലത്, ഉടല് നല്ലത്, കണ്ണ് നല്ലത്, മൂക്ക് നല്ലത്, ചെവി നല്ലത്, കവിള് നല്ലത്, നെറ്റി നല്ലത്, മുടി നല്ലത്, ഇങ്ങനെ ഓരോന്നും കാണുമ്പോൾ നമുക്ക് നല്ലത് എന്ന് തോന്നണം. അപ്പോൾ അതിനെ കുറച്ച് കൃത്രിമമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലും വിരോധമില്ല. കാരണം ലീലാവിശേഷമാണ്. ലീലയായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിലും, കളിയായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിലും അത് ഒരു കാര്യത്തിനുള്ള കളിയാണ് എന്ന് സാരം. അതാണ് ഭഗവാൻ ചെയ്യുന്ന അങ്ങനെയാണല്ലോ. ഭഗവാന്റെ ഈ സ്വേച്ഛോപാത്ത തനുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലീലയായിട്ടാണ്.
ഭഗവത് ലീല എന്നാ പറയാം. ഇവിടെ ഭഗവതിയുടെ പ്രകൃതിയുടെ ലീലയാണ്, അത്രയേ ഉള്ളൂ. ഇവിടെ ലക്ഷ്മി ഇപ്രകാരത്തിൽ തൻ്റെ ഭർത്താവിനെ ഭഗവാന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അനുഗ്രഹങ്ങളെയും വരങ്ങളെയും മുഴുവൻ തന്നിലേക്ക് തന്നെ വരണം എന്നുള്ള താല്പര്യത്തോടു കൂടിയിട്ട് അതിമനോഹരമായിട്ടുള്ള പുഞ്ചിരിയായാലും ശരി, നോട്ടായാലും ശരി, അംഗചലനങ്ങളായാലും ശരി, അതൊക്കെ ലീലാ വിശേഷ ലളിത സ്മിത ശോഭനാംഗം, ഏറ്റവും നല്ലതായിട്ടുള്ള ഭാവത്തോടു കൂടിയിട്ട് അംഗചലനങ്ങളെ ചെയ്ത് ഭർത്താവിനെ തന്നിലേക്ക് തന്നെ ആകർഷിക്കുക, മറ്റൊരാളിലേക്ക് പോകരുത്, ശ്രദ്ധ. അതാണ്. അങ്ങനെ ലക്ഷ്മിയ, ഈ ലക്ഷ്മി ദേവി പ്രജാപതി സുതൈഹീച്ച, പ്രജാപതി സുതന്മാരാലും, പ്രജാപതി സുതന്മാരെ വെച്ചാൽ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാൽ, ബ്രഹ്മാവിൻ്റെ പ്രജാപതി, ബ്രഹ്മപ്രജാപതി എന്നാ പറയാം. ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ് മരീചിരത്തിൽ അങ്കിരസ പുലസ്യ പുലഹ ക്രതു ഭൃഗുർ വസിഷ്ഠോ ദക്ഷശ്ച, ദശമസ്തത്ര നാരദ, പിന്നെ കർദമൻ്റെ കശ്യപൻ മറ്റേ മരീചിര പുത്രനായിട്ടുണ്ട്. അതൊക്കെ ഈ പ്രജാപതിമാർ തന്നെയാണ്. ദക്ഷ പ്രജാപതി, കശ്യപ പ്രജാപതി, അങ്കിരസ പ്രജാപതി, ഇങ്ങനെയൊക്കെയാ പറയാം. അപ്പോൾ ധാരാളം ഉണ്ട് പ്രജാപതിമാർ. അതിൻ്റെ ഒരു പരമ്പര തന്നെ ഉണ്ട്. അവരൊക്കെ മറ്റേ സപ്തർഷികളായിട്ടും അങ്ങനെയൊക്കെയാണ് വരിക. അവർ നിഷേവ്യമാണം, ലക്ഷ്മിയോട് കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഭഗവാനെ സേവിക്കുന്നു. തസ്യാഹ, ആ ലക്ഷ്മി ദേവിയുടെ പ്രിയായ, പ്രിയത്തിന് വേണ്ടിക്കൊണ്ട് ധൃത കാമതനും, കാമദേവൻ്റെ അഴകേറിയ ശരീരം ധരിച്ചതായിട്ടുള്ള ത്വാം ഭജേ, കാമതനു, തനു എന്ന് പറഞ്ഞാൽ ശരീരം, കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. എന്താ കാമതനും? കാമത്തെ സാധിപ്പിച്ചു കൊടുക്കുവാനായിട്ട് എന്ത് ആഗ്രഹമായാലും സാധിപ്പിക്കും. ശാരീരികമായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, ഭൗതികമായിക്കോട്ടെ, ലൗകികമായിക്കോട്ടെ. അതേപോലെ ജീവൻ്റെ പുണ്യത്തിന് വേണ്ടിയിട്ട്, പൂർവ്വജന്മകൃത പാപം നശിക്കാൻ വേണ്ടിയിട്ട്, പൂർവ്വജന്മ കാമങ്ങളെ ബാക്കിയുണ്ടെങ്കിൽ അതിനെ തീർക്കാനായിട്ട്, കാരണം തീർത്താലേ പുണ്യം കിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അതാണ് ഈ കാമതനു. ഇപ്പോൾ സദേ ഭാര്യയ്ക്ക് ഭർത്താവ് കാമദേവനാണ്. ആ കൂട്ടത്തിൽ ഇവിടെ ഭഗവാന് ഭഗവതി കാമിനിയും ആണ്. അപ്പോൾ നമുക്കൊക്കെ പ്രകൃതിയോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ്. എന്താ കാരണം? നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്നത് ഈ പ്രകൃതിയാണ്. അതുകൊണ്ട് ആ പ്രകൃതി കാമിനിയാണ്. ആ പ്രകൃതിയുടെ ഒരു രൂപം തന്നെയാണ് നമ്മളും, നമ്മുടെ പത്നിമാരും. ഇപ്പോൾ പതി പത്നി ബന്ധം അങ്ങനെ ആവണം. എങ്ങനെയാണ് വേണ്ടത്? ഇത് തീർക്കാനുള്ള ഉപാധിയായിട്ട് ഈ ശരീരത്തെ കാണണം. അപ്പോൾ കടം വീട്ടാനുള്ള പ്രാരബ്ധത്തെ ഭുജിച്ച് ഇനി ഒന്നും ബാക്കിയില്ലാത്ത രീതിയിൽ നമുക്ക് ശുദ്ധമാവാനുള്ള ഒരു നല്ല ഉപായമാണ് ഈ മർത്യ ശരീരം. കാരണം വിശേഷ ബുദ്ധിയോട് കൂടിയിട്ടാണ് വന്നത്. അപ്പോൾ അത് ലക്ഷ്മി ദേവി തന്നെ തൻ്റെ കാമദേവനായിക്കൊണ്ട് ഭഗവാനെ കണ്ടുകൊണ്ട് ഇനി ഒന്നും ബാക്കിയുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വീകരിക്കേണ്ടതെല്ലാം സ്വീകരിക്കുന്നു. ഇനി അത് വേണ്ട എന്ന രീതിയിലേക്ക് എത്തിക്കുന്നു. അതാണ് വർഷേ പ്രതീജി ലളിത ആത്മനി, ലളിതാത്മനി കേതുമാലെ ലീല വിശേഷ ലളിത സ്മിത ശോഭന അംഗം ലക്ഷ്മ്യാ പ്രജാപതി സുതൈഃ ച നിഷേവ്യമാണം തസ്യാഹ പ്രിയായ ധൃത കാമതനും ഭജേ ത്വാം. പ്രതീജി ലളിതാത്മനി കേതുമാലെ വർഷേ ലീല വിശേഷ ലളിതസ്മിത ശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതി സുതൈഃ ച നിഷേവ്യമാണം തസ്യാഹ പ്രിയായ ധൃത കാമതനും ത്വാം ഭജേ. വർഷേ പ്രതീജി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷ ലളിതസ്മിത ശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതി സുതൈശ്ച നിഷേവ്യമാണം തസ്യാ പ്രിയായ ധൃത കാമതനും ഭജേ ത്വാം. അവിടെ മന്ത്രം എന്താണ്? ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ 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 നാരായണ. അവിടെ മന്ത്രം ഓം ഹ്രാം ഹ്രീം ഹ്രൂം ഓം നമോ ഭഗവതേ ഹൃഷികേശായ സർവഗുണവിശേഷൈഃ വിലക്ഷിത ആത്മനെ ആകൂതീനാം ചിത്തീനാം ചേതസാം വിശേഷാണാം ച അധിപതയെ ഷോഡശകലായ ഛന്ദോമയായ അന്നമയായ അമൃതമയായ സർവമയായ സഹസേ ഓജസേ ബലായ കാന്തായ കാമായ നമസ്തേ ഉഭയത്ര ഭൂയാത്. വലിയൊരു മന്ത്രമാണ്.
ബീജമന്ത്രങ്ങൾ തന്നെ ഹ്രാം ഹ്രീം ഹ്രൂം എന്ന് ചേർത്തിട്ടുണ്ട്. പിന്നെ ഹൃഷീകേശനായിട്ടുള്ള ഭഗവാനെ, ഇന്ദ്രിയങ്ങൾക്ക് നാഥനായിട്ടുള്ള അഷ്ടദിക്പാലകന്മാരുടെ നാഥനായിട്ടുള്ള ഹൃഷീകേശൻ, ഇന്ദ്രിയനാഥൻ എന്നാണ് ഹൃഷീകേശൻ്റെ. അപ്പോൾ ആ ഓരോരോ ഇന്ദ്രിയത്തിനും ദേവന്മാർ നായകന്മാരായിട്ടുണ്ട്, അധിഷ്ഠാന ദേവതയായിട്ട്. ആ അധിഷ്ഠാന ദേവതകളുടെ ഒക്കെ അധിഷ്ഠാന ദേവതയാണ്, അല്ലെങ്കിൽ അവരുടെ ഒക്കെ ദേവതയാണ് ഹൃഷീകേശൻ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഭഗവാൻ എന്നാണ് ഹൃഷീകേശൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ സർവ ഗുണവിശേഷൈഹി, സത്വരജസ്തമോ ഗുണങ്ങൾ, അതേപോലെ ഭഗവാന്റെ ഈ ഭഗവത് അനുഗ്രഹമാകുന്ന ഗുണലീലകൾ, അത് മുഴുവൻ ഇനി ഒരു മോഹം ഉണ്ടാവരുത്. ഭഗവാനിൽ ലയിക്കുക എന്ന മോഹം മാത്രമേ പാടൂ. അതിനു വേണ്ടിയിട്ട് ഈ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളെ ശുദ്ധമാക്കി തീർക്കണം. അതിൻ്റെ എല്ലാം നിയന്ത്രണം എങ്ങനെയാണ് വരിക? ഇന്ദ്രിയങ്ങൾക്ക് നിയന്ത്രണം മനസ്സാണ് വരിക. അപ്പോൾ ആ മനസ്സിനെ ആദ്യം ശുദ്ധമാക്കി തീർക്കണം. അതിനു വേണ്ടിയിട്ട് 16 കലകളോട് കൂടിയിട്ട് പരിപൂർണനായിട്ട് വന്ന ശ്രീകൃഷ്ണനെ പോലെ തന്നെ എല്ലാ ഭഗവാന്മാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള ആ ഭഗവാനെ, ഈ പ്രകൃതിയിൽപ്പെട്ടതായിട്ടുള്ള ഈ ദേഹം സ്വീകരിച്ച ഞാൻ, അന്നമയം, അമൃതമയം, മനോമയം, ജ്ഞാനമയം, വിജ്ഞാനമയം, ആനന്ദമയം, അങ്ങനെയാണ് 5 കോശങ്ങളാണ്. ഈ പഞ്ചകോശങ്ങളിലൂടെ സ്വീകരിക്കപ്പെടുന്നതായിട്ടുള്ള ഭൗതിക പ്രാകൃതിക വസ്തുക്കളെ, അതിന് ഉള്ളതായിട്ടുള്ള മോഹത്തെ അത് മുഴുവൻ തീർക്കണം. മാത്രമല്ല, ഇത് കിട്ടിക്കഴിഞ്ഞാലോ ഈ പ്രകൃതിയിൽ നിന്നുള്ള എല്ലാവിധ തേജസ്സും ഓജസ്സും എനിക്ക് എത്ര കാലമാണോ ഞാൻ ജീവിക്കുന്നത് അത്രയും കാലം എനിക്ക് തരുകയും വേണം. ഭഗവാൻ എന്നും എൻ്റെ കാന്തനായിക്കൊണ്ടുണ്ടാവണം, എൻ്റെ കാമത്തെ തീർക്കുവാൻ വേണ്ടിയിട്ടുണ്ടാവണം, എന്നാലേ പ്രാരബ്ധം തീങ്ങളുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇഹസുഖവും തരണം, പിന്നെ മുക്തിയും തരണം. ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ സംജ്ഞാസംഗ്രഹം എന്ന ഭാഗവതത്തിൽ എഴുതിയത്, അത് 161 പേജിൽ 12ാമത്തെ ശ്ലോകം തൊട്ടിട്ട് കാണാൻ സാധിക്കും. പഞ്ചമസ്കന്ധത്തിൽ 18ാമത്തെ അധ്യായത്തിൽ 12ാമത്തെ ശ്ലോകം മുതൽ ആണ്. ശരിക്കും നമ്മൾ നമ്മുടെ മനസ്സിനെ എങ്ങനെ കൊണ്ടുവരണമെന്നറിയോ? നിഷ്കാമനായിട്ട് വൈരാഗിയായിട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതാണ് കാമാദികൾ തീർക്കാൻ നിത്യം ഭജിച്ചിടും കാലസ്വരൂപിതൻ പ്രീതിക്കുരാപ്പകൽ ഇന്ദ്രിയനാഥൻ ഹൃഷീകേശാവന്ദനം വേദസ്വരൂപനാം സർവസ്വരൂപനും അന്നസ്വരൂപൻ അമൃതസ്വരൂപൻ സുന്ദരരൂപൻ ബലരൂപവന്ദനം അങ്ങയെ പൂജിച്ചു വേറെ ഭർത്താവിനെ കാമിക്കും സ്ത്രീകൾ തൻ അജ്ഞാനമോർക്കുകിൽ അങ്ങേ അറിയാൻ കഴിയാത്ത കാമികൾ ആയുസ് ധനം ഭൂമി വാങ്ങും വരങ്ങളായി നിത്യതൃപ്തൻ പരമാനന്ദം നൽകുന്ന ശക്തനിൽ നിന്നും വരം മുക്തി വാങ്ങണം. ഭക്ത ശിരസ്സിലായി തൃക്കൈകൾ വയ്ക്കവേ എൻ്റെ ശിരസ്സിലും ആ കൈകൾ വയ്ക്കണേ. സ്വന്തം തിരുമാരു സ്ഥാനമുണ്ടെങ്കിലും തൃപ്പാദം തന്നെ എനിക്കെന്നും ആശ്രയം. ഇപ്പോൾ ലക്ഷ്മിക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഭഗവാൻ തൻ്റെ തിരുമാറിലാണ്, മനസ്സിലാണെന്ന് സാരം. പക്ഷേ ലക്ഷ്മിക്ക് അവിടെ ഇരിക്കാൻ താല്പര്യമില്ല, പാദസേവ ചെയ്യണം എന്നാണ് മോഹം. തുളസിയോട് കുറച്ചൊരു മത്സരബുദ്ധിയും കൂടി ഉണ്ടെന്നാ. എനിക്ക് ആ പാദ ഭജനത്തിന് വേണ്ടിയിട്ട് അവിടെ സ്ഥാനം കിട്ടിയില്ലല്ലോ. ജനങ്ങളൊക്കെ അർച്ചിക്കുന്നത് ഭഗവാന്റെ തൃപ്പാദത്തിലേക്കല്ലേ. ഓ നമോ നാരായണായ, ഓ നമോ ഭഗവതേ വാസുദേവായ, ഓ നമോ ഭഗവതേ ഹൃഷീകേശായ, ഓ നമോ ഭഗവതേ അനന്തായ, ഓ നമോ ഭഗവതേ സംഘർഷണായ, ഓ നമോ ഭഗവതേ പ്രദ്യുമ്നായ, ഓ നമോ ഭഗവതേ അനിരുദ്ധായ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ അർച്ചിക്കുക. മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട് ഇതിലും കൂടുതൽ ഇനി വേറൊന്നും ചെയ്യാനില്ല. അപ്പം അത് എനിക്ക് തരാവണില്ല, ഞാൻ ആ തുളസി ആയിരുന്നുവെങ്കിൽ എന്ന് ലക്ഷ്മി ദേവി പോലും ചിന്തിക്കുന്നു. എന്നാൽ വനമാലയിൽ തുളസി ഉണ്ട് കേട്ടോ. അപ്പോൾ ഭഗവാന്റെ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെല്ലുന്നുണ്ട്, കാരണം വട്ടത്തിലാണല്ലോ വരിക. അപ്പോൾ എല്ലാ ദിക്കിലും ഉണ്ട്. കേശാദിപാദം പാദാദി കേശം ഭഗവതി ഉണ്ട് അവിടെ, ലക്ഷ്മി ഉണ്ട്, എന്നാലും പോരാന്നാ. അപ്പോൾ അങ്ങനെയുള്ള ഭാവത്തിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ എത്തിക്കണം എന്നതാണ് ഈ ഹൃഷീകേശനായിട്ടുള്ള ഭഗവാനെ കാന്തനായിക്കൊണ്ട്
ഇഹസുഖവും അതേപോലെ മുക്തിയും ഉഭയത്ര ഭൂയാത് രണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണു എന്നതാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ആ ഒരു സ്തുതിയാണ് ഈ ലക്ഷ്മി ഭഗവതി അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എന്ന് സാരം. എല്ലാവർക്കും ഈ കാമത്തെ ജയിക്കാനുള്ള അനുഗ്രഹം കൊടുക്കണേ, വരമായിട്ട് കൊടുക്കണേ എന്നാണ്. വർഷേ പ്രതീജി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷ ലളിതസ്മിത ശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതി സുതൈശ്ച നിഷേവ്യമാണം തസ്യാ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. ഇപ്പോൾ പഞ്ചമസ്കന്ധത്തിൽ, അതായത് ദശകം 21 1-ാമത്തെ ശ്ലോകം മുതൽ 4-ാമത്തെ ശ്ലോകം, 1, 2, 3, 4 ശ്ലോകങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. നമുക്ക് 5-ാമത്തെ ശ്ലോകം മുതൽ അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.